ഹലോ മൈ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു യാത്രയും കൂടി പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഞാനിവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ എൻ്റെ ഒരു സുഹൃത്ത് കുഞ്ചത്തൂർന്ന് പിക്ക് ചെയ്ത് കാസർഗോഡ് നേരെ നമ്മുടെ ഷെരീഫിൻ്റെ അടുത്തേക്കെല്ലാം എത്തണം. ഇൻഷാല്ലാ പോകുന്ന പോക്കിൽ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഗൈസ്, കൂട്ടുകാരൻ്റെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. വെയിറ്റിംഗ്. ചെക്കനിപ്പോൾ വരും. ഗൈസ്, ചെക്കൻ എത്തിയിരിക്കുകയാണ്. മണിക്കൂർ കാപ്പിച്ചു. ഗൈസ്, കാസർഗോഡ് സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ചെക്കനടവ് അഹ്റാസേന്ദ്ര ടീഷർട്ട് മറ്റേ പബ്ബിലേക്ക് കടൽ കയറിയത്തേക്ക് വന്നയാ. ഗൈസ്, പുതിയ പ്ലേ. ഗൈസ്, മിസ്റ്റർ ഷെരീഫിക്ക വന്നിക്കാണ്. അസ്സലാമലൈക്കും. ഗൈസ്, അങ്ങനെ എല്ലാരും കയറിയിരിക്കുകയാണ്. കുറച്ച് പേര് എടുപ്പിക്കാൻ നിങ്ങക്ക് എവിടെയല്ലേ എൻ്റെ ഉള്ളത്? എന്തിനാ വലിയ ഉണ്ട് നിലയിൽ. പൈതൽ മല ആണോന്നറിയാലോ. നിറക്കാതെ ചിറപ്പുഞ്ചി മഴയത്ത്. ഇത് ഫുള്ള് റബ്ബർ തോട്ടടാ. ചെക്കന്റെ പിരാന്ന് നോക്കിയ അംബാസഡറാ. നമ്മുടെ ഡ്രൈവർ ഹോട്ടൽ പാരഡൈസ്, പൈതൽ പാരഡൈസ്. നീ എന്തില് വരുന്ന ബൈക്കില്? റബ്ബർ തോട്ടം. എന്ത് വ്ളോഗറ്? നമ്മളെ മെമ്മറീസിൽ കാണുമല്ലോ. ചിന്തിച്ചോക്ക്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്.
എണ്ണൽ പരിപാടി. ക്യാമറയുടെ മുമ്പിൽ മാന്യനാകുന്ന അൻവർ. എന്ത് അനാന്റെ നിയാലി അല്ല നബീല്. ഇവിടെ അൻവർ. ആകാശത്തിൽ മേഘായി കാണുന്നെങ്കിലും ഇവിടെ കോടയാണ്. ഈ മലയല്ല ഷൂട്ടിങ് ആയതല്ലേ? അതുകൊണ്ടല്ലോ എനിക്ക് വലിയ ഐഫോൺ വാങ്ങി കൊടുക്കാത്തപ്പോ. അങ്ങനല്ല, ഞാൻ നിക്കുന്നില്ലടാ ഫോൺ. ചെക്കൻ ഉപ്പ എങ്ങിട്ട് കൊടുക്കുന്നതിന് പൈതൽ ഹിൽസ്. അൻവറൊക്കെ ഞാൻ കാര്യം പറയട്ടാ. അൻവർ ക്യാമറ ആണെങ്കിൽ മിണ്ടാണ്ടിരിക്കുന്നതാ. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്. ഞാൻ വിചാരിച്ച ആൾക്കാരുണ്ടാവില്ല, പക്ഷെ ആൾക്കാരുണ്ട്. ഐ ബോസ് ഇറങ്ങുന്നു. ഒരു നമ്മുടെ ആക്ടർ വന്നിരിക്കുകയാണ്. സർ, ഇതേതാണ് പടം? സർ, ഏതാണ് പടം? ഷെഫീഖിന്റെ സന്തോഷം അത് കഴിഞ്ഞിരിക്കല്ലേ സാർ? ഇവിടെ മംഗലാപുരക്കാർ പോർച്ചുഗൽ വണ്ടി, മംഗലാപുരം കർണാടക വണ്ടിയാണ്. നല്ല അടിപൊളി സ്റ്റിക്കറിങ്. റെനീദു ഷൈൻ ടോം വന്നിക്ക. ഗൈസ്, ടിക്കറ്റ് പ്രൈസ് ബ്രൗൺ ടിപ്പാ എന്താ ടിപ്പാ ഞാൻ സമ്മതപത്രം കൂടിയുണ്ട്. ആന എന്തേലും ഉപദ്രവം ചെയ്താൽ അവർ ഉത്തരവാദിയല്ല. ആ പ്രാണിപുരം പോയ അമ്മ ഗൈസ്, ആനകളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പറ, ഫോട്ടോ എടുക്കാം. വെയിറ്റഡ് ആവും, വീഡിയോ എടുക്കട്ടെ. പെരിയ പെരിയ കാട് താണ്ടി കടല് താണ്ടി ദൂരമാ അൻവറ. ഈ വരുത്ത് സുഖമില്ല, മഞ്ഞില്ല, മഴയില്ല. എന്തേ ആഴ്ചയിലേക്ക് നടക്കണോ? ഇല്ല നിന്നെ പോലെ ക്യാമറ താട്ടൊക്കെ പുറത്തേക്ക് കുറച്ച് കാട് പ്രകൃതിയിലെ കാണും. ഇന്ന് വന്ന ദിവസം
മഴയില്ലാത്ത ദിവസം, മഴക്കാലമായി മഴയില്ല, നല്ല വെയിലാണ്. പക്ഷെ കാടിൻ്റെ അകത്തായോണ്ട് തണുപ്പുണ്ടേ. കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അധികം റഷില്ല. എങ്ങനെ? യെസ്. അല്ല, വീക്കെൻഡ് അല്ലാത്തതുകൊണ്ടാണ് ആൾക്കാരില്ലാത്ത. അത് നോക്കി തന്നെയാണ് നമ്മൾ വന്നത്. ഗൈസ്, കാടിൻ്റെ കാഴ്ച കണ്ടോളൂ. ചെക്കന്മാർ വരുന്നുണ്ട്. ഗൈസ്, ടയർഡായി, മുകളിലേക്ക് എത്തിക്കില്ല. കാലൊക്കെ ഒന്നാക്കെ വേദനിക്കുന്നു ഗൈസ്. കുട്ടി എല്ലാം വരുന്നുണ്ട്. 3 പേര് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒന്നുമില്ല, നല്ലവണ്ണം ടയർഡായി പോയി. രാത്രി തീരെ ഉറങ്ങിക്കില്ലായിരുന്നു. അതിൻ്റെ ക്ഷീണം അറിഞ്ഞ് കയറുമ്പോൾ ആദ്യമായിട്ടാണ് ഗൈസ് ഇത്ര ടയർഡാണ്. ഞാൻ ട്രക്കിങ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ ഉറങ്ങാതെ വന്നാൽ ഇങ്ങനെ പെടുമെന്ന് ഇപ്പോൾ മനസ്സിലായി. നല്ല അത്യാവശ്യം ഹാർട്ട് ബീറ്റും ബ്ലഡ് റണ്ണിങ്ങും തലവേദന ഒന്നാകെ ഇങ്ങനെ വറച്ചോണ്ടേ തലവര് കറങ്ങുന്ന രീതി. ഇച്ചിരി അവിടെ കിടന്നു റെസ്റ്റ് എടുത്തു. കൂട്ടുകാരെല്ലാം നേരത്തെ പോയിക്കാം. ഞാനിപ്പോൾ ഫൈനലി എത്തി. മോണിൽ ഇവിടുത്തെ കാഴ്ച കാണിക്കാം ഗൈസ്. ഇതാണ് വ്യൂ ഗൈസ്. പൈതൽ മല. ഷാസേ, ഷാസേ, ഷാസ്, ആരാസ് പറഞ്ഞ പോലെ തന്നെ പൈതൽ മല, ചെറിയ മല. പുറത്തില്ല, ആരും വരണ്ട. 35 രൂപ കൊടുക്കുന്ന വരാം. ഓക്കെ. ചെക്കൻ അവിടെ ഫോട്ടോ എടുത്തോണ്ടായി ഗൈസ്, നമ്മുടെ ഫോട്ടോഗ്രാഫർ. ഏയ്, ഇതിൻ്റെ മുകളിലേക്ക് അറിയാം എന്താ കൊരങ്ങ എന്താ കുതിര എന്തിനാ ഇത്? ആസ്വദിക്കാനുള്ള വ്യൂ. വാവ് വാവ്, ജസ്റ്റ് വാവ്. പിടിക്കുന്ന ചെക്കൻ നൊസ്റ്റാൾജിയ ക്രിയേറ്റ് ചെയ്യാണ് ഗൈസ്. ഇവിടുന്ന് ഇറങ്ങി നമ്മളിപ്പോൾ ഇതിലെ പോവാണ്. അവിടെ കയറണമെന്നുണ്ട്, പക്ഷെ പ്ലസ് അവിടെ ആ പോണ്ടിൽ പോയി ഒന്ന് കാണണമെന്നുണ്ട്. വേറൊരു ചദ്യം എന്താണെന്ന് അറിയാം ഗൈസ്, നമ്മളിവിടെ വരുമ്പോൾ ഫോഗെല്ലാം അങ്ങോട്ട് പോയി. ഇവിടെ ഒന്നുമില്ല ഇപ്പോൾ, ഫോഗയില്ല. ഞാൻ ഒരു ക്ലൗഡ് ബെഡെങ്കിലും ആശിച്ചു പോയി. അതെന്താ എൻ്റെ ഒരു ആശയ്ക്ക് അതിർകെടുന്നു പറയുന്നില്ല. മഴയും ഇല്ല, അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ ചിന്തിക്കണ ശരിയല്ലല്ലോ ഗൈസ്. അവിടെ ഇച്ചിരി ആൾക്കാരൊക്കെ ഉണ്ട്. ആ വൈറ്റ് കാണുന്ന ടോപ്പിൽ കുറച്ച് ആൾക്കാരാണ്. നമ്മൾ അവിടെ നിന്നാണ് വന്നേ. വാ, സൂപ്പറാണല്ലേ. ഗൈസ്, പിള്ളേർ മൊത്തം ഫോട്ടോ എടുക്കണതായിരിക്കും. ശരിപ്പിച്ച ഓൺ ഡയറക്ടർ.
ഷാസ് തിരി ഗൈസ് ഇച്ചിരി ഫോട്ടോകൾക്ക് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് അവൻ ഉദ്ദേശിച്ച അല്ല അല്ല കാഴ്ച ഞമ്മ ഇവിടുന്ന് ഗ്രൂപ്പ് എടുക്കാം ആടുന്ന് ഗ്രൂപ്പ് എടുക്കാം ഏത് ലുക്ക് വെക്കറോ നീ കേട്ടോ നീ അങ്ങോട്ട് മാറിയാ ക്യാപ്പ് ഇടും അങ്ങനെ ബ്രോ ഷെരീഫ് ഒരു ഫിലിം ആക്ടർ തന്നെയാണ് അല്ലേ പ്രത്യേകതയുണ്ട്. ആ കാണുന്ന കൊടക് ഭാഗമാണ്, കർണാടക ഭാഗമാണ് കൊടക്. ഓക്കെ, അവിടെ ക്ലൗഡ് ഉണ്ട്. പക്ഷെ നമ്മളിവിടെ എത്തിയിട്ടാകുമ്പോൾ ഇവിടെ ഇല്ല. അതാണിപ്പോൾ സങ്കടം. അങ്ങേ അറ്റത്തേക്ക് പോയി വന്നു. ഇവിടെ കർണാടക ബോർഡറാണ്. ഓക്കെ, അതൊരു ഹർക്കായിരുന്നു എൻ്റെ സ്ഥലം. വീണ്ടും ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ബാക്ക് ടു ഒരു കാട്. വേറെ റൂട്ട് പിടിച്ച് കാട്. അങ്ങനെ നമ്മൾ പോണ്ടിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ചെറിയ ചെറിയ മീനുകൾ കാണാം ഗൈസ്. പിന്നെന്ത് തിരിച്ച് കയറണം എങ്കിൽ നമ്മൾ വഴി ഉണ്ടാക്കി പോവാന്നാണ് പറയാ. ഗൈസ് അങ്ങനെ തിരിച്ചെത്തി. തിരിച്ച് താഴേക്കല്ല, മുകളിലേക്ക് ആരോണം അറിഞ്ഞല്ല, അവിടെ എത്തി. റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാൾക്കാർ പോയി നേരെ. ഇച്ചിരി റെസ്റ്റ് എടുത്തോട്ടെ. ഫൈനലി കാറിൽ കയറിയ കുറച്ച് സമാധാനം. അൻവറൊക്കെ ഫുള്ള് ടയേർഡ്. അല്ല എൻ്റെത് ഞാൻ വീഡിയോയിലുണ്ട്. അഭിപ്രായം പറ. നീ എത്ര? 4. നീയോ? 5. നീയോ? 3. നീയോ? 5.5. ഗൈസ് ഞാന് 10 3 കൊടുക്കുന്നു. പക്ഷെ ഫോഗ് എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ആട്ടിയാ. ഫോഗ് എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ഉണ്ട് ആട്ടിയാ. ഇപ്പൊ നീ എത്ര ഓട് കെട്ടി? ചെക്കൻ 10-6. നല്ല വ്യൂ ഉണ്ട്. അങ്ങനെ ഗൈസ് ഇനി നമ്മള് അടുത്ത ലൊക്കേഷൻ നോക്കട്ടെ. ഒന്നെങ്കിൽ 8:30 7:30 കുണ്ട് വാട്ടർഫാൾ. 8:30 ബാഗില്. ഗൈസ് അങ്ങനെ 7:30 കുണ്ട് വാട്ടർഫാളിൻ്റെ ഒരു ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. മുകളിലേക്ക് നടക്കണം ഗൈസ്. അവിടെ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെന്ന്. ഇതാണ്
ഓക്കെ, ടിക്കറ്റിന് 100 രൂപ. ഏയ് ആ ഷാൻഫറ എന്താണ് എന്ത് ചെയ്യും? ഇറങ്ങണ വെള്ളത്തിലേക്ക്? പിന്നെ വെള്ളത്തിൽ എങ്ങനെ കിടക്കണം, കഴിഞ്ഞില്ല. ഒരു പുളി ഇട്ടെങ്കിൽ ഫുൾ ഉഷാറോ. അവൻ്റെ കസിൻ്റെ അല്ലോ. ഗൈസ് കാണാൻ എന്ത് രസം. മെമ്പറാ ഗൈസ്, നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ആ, ഒരു ഭാഗം എത്തി, ഇനിയും പോകാനുണ്ട് ഗൈസ്. ഇവിടേക്ക് പേര് ഊരാം കുജീൻ. ഒരു പാലം കാണുന്നുണ്ടേ. തൂക്കുപാലല്ല ഗൈസ്, ഫേക്ക് തൂക്കുപാലം. കേറി കേറി വന്ന് ഇത് റോക്കറ്റ് കയറുന്ന പോലെ മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തൂക്കുപാലം കിട്ടി. യോ ഇത് കുമ്പിടാ. യോ ഗൈസ് ഗൈസ് ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണ്. പഠിച്ചിനി. യോ ഗൈസ്, ഇത് വേറൊരു ലൊക്കേഷനാണ് ഗൈസ്. അതാണ് ടോപ്പ്. ഇവിടെ എന്തൊക്കെയോ വ്യൂ പോയിന്റ് ഉണ്ട്, കാണാം. ഈ പാറ നോക്കിയേ, എൻ്റെ പൊന്നു. ടോപ്പിലേക്ക് പോകണം ഗൈസ്. അതാണ് വാട്ടർഫാള്. ഓക്കെ, നീന്തുന്നവർക്ക് അവിടെ നീന്താൻ പറ്റും. ഗൈസ് അവിടെ മുകളിൽ നിന്നാണ് വരുന്നത്. ഗൈസ് നമ്മൾ 3 ആൾ വെച്ച് ബാക്കി 5 പേരും ഇറങ്ങുന്നുണ്ട്. ഒരുത്തന്നെ ഇവിടെ. രണ്ടാമത്തെ ആള്. ആ സെക്കൻഡ് തുള്ളി. ഒന്നാമത് എനിക്ക് നീന്താനറിയില്ല. രണ്ടാമത് ഞാനിത് ഒറ്റ ഡ്രസ്സ് എടുത്ത് വന്നിട്ടുണ്ട്. ലൈഫ് ജാക്കറ്റ് ഉണ്ടെങ്കിലും ഇറങ്ങായിരുന്നു, പക്ഷേ വേറെ ഡ്രസ്സൊന്നും എടുത്ത് വന്നിട്ടില്ല. ഗൈസ് അങ്ങനെ അവർ സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞു. ചെറിയൊരു മഴ വർഷിച്ചു. ഇപ്പോൾ അടങ്ങിയിട്ടുള്ള ഇനി തിരിച്ച് പോവാണ്. ഇനി എന്തേലും ഫുഡ് കഴിച്ച് തിരിച്ച് നാട്ടിൽ പോകണം. അതിൻ്റെ ഇടയിൽ വല്ല കാഴ്ച ഉണ്ടെങ്കിൽ കാണിച്ചു തരാം ഗൈസ്. ഗൈസ് അങ്ങനെ ചെക്കന്മാരെത്തി. ഓ ഷാസ സുന്ദരനായല്ലോ നീ. താൻ പറ ഇതെന്ത്? ഗൈസ് അങ്ങനെ എൻ്റെ ഒരു ഉറക്കമായി എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ കാഞ്ഞങ്ങാട് എത്തിയിരിക്കുകയാണ് ഗൈസ്. റഹ്മാനിയ ബേക്കറി. ഇവിടെ മന്തി കഴിക്കാൻ വന്നതാണ്. സമയം ഇപ്പോൾ 6 മണി ആയിക്കണ്. ഒക്കെ രാവിലെ കഴിച്ചത്, ഇപ്പോൾ മന്തി കഴിക്കാൻ വന്നതാണ്.
ബ്ലോഗർ സിദ്ദീഖിനോടൊപ്പം അപ്പോൾ ഇവിടുന്ന് മന്തി കഴിച്ച് നേരെ വീട്ടിൽ പോവാണ്. വേറെ ഒന്നുമില്ല. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ബൈ. 80